ഹലോ, ഇന്ന് ഞാൻ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൂൺമി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക, ഉള്ളവർ അത് ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹോം പേജ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ ആ ഒരു കാർട്ടൂൺ പിക്കിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ഞാനിവിടെ ചെയ്യുന്നത് മുകളിൽ കാണുന്ന റീസെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ടോപ്പ് ട്രെൻഡിങ് റീസെൻ്റ് എന്നുണ്ട്. അപ്പോൾ അതിൽ ടോപ്പിൽ പോയിട്ട് എനിക്ക് ഈ ഫസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏത് ഫോട്ടോ ആണ് ഈ ഒരു കാർട്ടൂൺ പിക്കിലേക്ക് മാറ്റേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ഒരു ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. വേറെ ഒന്നുമല്ല, മുകളിൽ അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോട്ടോ ആ മറ്റേ കാർട്ടൂൺ പിക്കിലോട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പരസ്യങ്ങളൊക്കെ വരും കേട്ടോ. അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ സേവ് ടു ഡിവൈസ് എന്നുണ്ടാവും. അപ്പോൾ സേവ് ആകും. പിന്നെ താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിൽ ആ ഒരു പിക്ക് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട്. അതിന് വേണ്ടിയിട്ട് ക്രോമിൽ പോവാം. സെർച്ച് ബാറിൽ remove.bg. ഇതെപ്പോഴും നമ്മൾ എഡിറ്റിംഗ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. എന്നാലും ഇതിൻ്റെ ആ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നു എന്നുള്ളൂ. remove.bgയിൽ പോയിട്ട് ഇതിൻ്റെ ആപ്പും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ആപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ സൈറ്റിലാണ് ചെയ്യലുള്ളത്. അതിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ആക്കേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുള്ള പിക്ക് നമുക്ക് ഗാലറിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പ് ഈ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫോട്ടോ ടൂൺ ആപ്പിൽ കാർട്ടൂൺ പിക്കിൽ വന്നിട്ട് ബോർഡറും കൂടെ വന്നിട്ടാണ് ആ ഒരു പിക്കിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവയിലാണ് നമ്മൾ ഫ്രെയിം സെറ്റാക്കുന്നത്. അപ്പോൾ സെർച്ച് ബാറിൽ ഞാൻ A4 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ വരും കേട്ടോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ പല ഓപ്ഷനുണ്ട്. ഡോക്യുമെൻ്റ് A4, ഡോക്യുമെൻ്റ് A4, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോർട്രേറ്റാണ് സെലക്ട് ചെയ്യുന്നത്, A4. അപ്പോൾ അതിൽ ബ്ലാങ്ക് ഇപ്പോൾ കിട്ടുന്നില്ല. ആദ്യമൊക്കെ ബ്ലാങ്ക് പേജ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അതിലെ ഓരോ എലമെൻറ്റ്സും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു പേജ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പേജ് എടുക്കുന്നതായിരിക്കും നമുക്ക് ബ്ലാങ്ക് പേജ് ആവശ്യമുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത് ബെറ്റർ. കാരണം നമുക്ക് കുറേ എലമെൻറ്റ്സ് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ 2 സൈഡിലുള്ള എലമെൻറ്റ്സ് ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴെ ഇതേ കളറിൻ്റെ ലാബ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു യെല്ലോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ ഫസ്റ്റത്തെ, അതിൽ ക്ലിക്ക് ചെയ്യുക കളറിൻ്റെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് കളറിൻ്റെ വേണ്ടത് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കളറ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഗാലറിയിൽ താഴെയുള്ള ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോവാം. അതിൽ നിന്ന് നമ്മൾ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിം വന്നിട്ട് നമ്മൾ ഫാമിലീൻ്റെ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് എല്ലാവരും നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സിംഗിളായിട്ടുള്ള ഓരോ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ
അപ്പോൾ ഇങ്ങനെ കാർട്ടൂൺ പിക്കിലേക്ക് മാറ്റണ ആവശ്യമൊന്നുമില്ല, ബോർഡർ കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഇതായിരുന്നു കുറച്ച് മുമ്പ് ട്രെൻഡിങ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും അടുപ്പിച്ച് വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി, അതിൻ്റെ ബോർഡർ കൊടുക്കുന്ന വേറൊരു ഓപ്ഷനും കൂടെ കാണിച്ചു തരാം. പിക്സാർട്ട് എടുക്കുക, അത് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ താഴെ പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോയിൽ പോവാം. എന്നിട്ട് മുകളിൽ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് കളറിൻ്റെ അടുത്തുള്ള ആ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇനി താഴെ ആഡ് ഫോട്ടോ പോവുക, ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഫോട്ടോ ആണ് നമുക്ക് ബോർഡർ കൊടുക്കേണ്ടത് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ ചില ആപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, ടൂൺമി ആപ്പിലൊക്കെ അല്ലേ. അപ്പോൾ അവിടെ ഒന്നുമില്ല, പ്രോസസ്സിങ് നടക്കുകയാണ്. പിന്നെ നമുക്കത് സേവ് ആക്കുക. അപ്പോൾ എനിക്ക് തോന്നണു നമ്മൾ ടൂൺമി ആപ്പിൽ ചെയ്തതിനേക്കാളും നമ്മൾ പിക്സാർട്ടിൽ ബോർഡർ കൊടുക്കുമ്പോഴാണ് എനിക്കൊരു ഭംഗി തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം മറ്റേ ടൂൺമി ആപ്പിൽ താഴേക്ക് ആ ഒരു ബോർഡർ വരുന്നില്ല. മറ്റേതാകുമ്പോൾ നമ്മൾ ഫുൾ ആ ഫോട്ടോ കവർ ചെയ്തിട്ട് ബോർഡർ വരുന്നുണ്ട് പിക്സാർട്ടിൽ. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫാമിലീനെ എല്ലാവരും ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ രണ്ടാൾ ഉമ്മ മിസ്സിങ് ആണ്. അപ്പോൾ അത് ഞാൻ പിന്നെ യൂട്യൂബിൽ ഇടുമ്പോൾ ഉമ്മാക്ക് അങ്ങനെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഉമ്മാൻ്റെ ഫോട്ടോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഉമ്മ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആണ്. അപ്പോൾ അവരത് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ കാണിക്കാത്തത്. ഇനി താഴെ ടി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോവുക, ടെക്സ്റ്റിൽ പോവുക. അതിൽ മുകളിൽ ഹെഡിങ് എന്നുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് എന്താണ് ഫ്രെയിമിൽ എഴുതേണ്ടത് വെച്ചാൽ എഴുതി കൊടുക്കാം. അപ്പോൾ താഴെ ഇതുപോലെ പല 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ചിയേഴ്സ് എന്നുള്ളിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഫോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പോയാൽ ഹെഡിങ് എന്നിൽ പോയാൽ പിന്നെ അവിടെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് എടുത്തു എന്നുള്ളൂ. ഫാമിലിയിൽ നിന്ന് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതിന് ജസ്റ്റ് സ്ട്രോക്ക് കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. അതിൽ ഫോൺസിൽ പോവുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫോണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് കാണിച്ചു തരിക കേട്ടോ, നിങ്ങൾക്ക് ഫോണ്ടിൽ ഒരുപാട് ഫോൺസ് ഉണ്ടെന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നത് മാത്രം. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ താഴെ ഉണ്ടാവും എഫക്റ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ എഫക്റ്റ് നമ്മുടെ ഫോണ്ടിന് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു സ്ട്രോക്ക് ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് വലുതായി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാമിലിയിൽ നിന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കോഡ്സ് എഴുതി കൊടുക്കാം. ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എഡിറ്റിംഗ് വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തിൻ്റെ എഡിറ്റിംഗാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ടൈം പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ട് ഒരു സേവ് ദ ഡേറ്റ്, ഡിജിറ്റൽ സേവ് ദ ഡേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പിക്കിനെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ടൈം പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ ഞാൻ ഈ എഡിറ്റിങ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ബാക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.